ആലുവ പുക്കാട്ടുപടി റൂട്ടിൽ ബസ് റൂട്ടിന് വളരെ അടുത്ത് മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. ഞാൻ പ്രിയ, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ കാണുന്ന ഭംഗിയുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വെറും 400 മീറ്റർ മാത്രമാണ് ജംഗ്ഷനിൽ നിന്നും മെയിൻ റോഡിൽ നിന്നുള്ള ദൂരം നമുക്ക് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4200 ലാൻഡ് അളവ്. 2000 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിലിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ച് GA ട്യൂബിന്റെ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ചെടി നടാനൊക്കെ ആയിട്ട് നമുക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗേറ്റിന്റെ മെയിൻ പോർഷൻ നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു, ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആണ്, അതേസമയം സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ്. ഭംഗിയുള്ള കളറുള്ള പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള ഒരു ഷോവറിൽ കാണുന്ന ഒരു റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് വീടിനൊരു പ്രത്യേക ഭംഗിയാണ്. ഏറ്റവും മുകളിലെ ടോപ്പിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും GA പൈപ്പിന്റെ വർക്കുകൾ ഹാൻഡ് റൈൽസ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റർ വർക്കുകൾ പില്ലറിൽ വരുന്നുണ്ട്. ഭംഗിയായിട്ട് തന്നെ എലിവേഷൻ ഒക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. നമ്മൾ ഗേറ്റ് തുറന്നാൽ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്കാണ് നേരെ എൻ്റർ ചെയ്യുന്നത്. നമുക്ക് നേരെ ചെല്ലുന്ന സമയത്ത് ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടലി ഈ വീട്ടിൽ 2 കാറുകൾക്കുള്ള സ്പേസ് ആണ് പാർക്കിങ്ങിന് കിട്ടുന്നത്. നേരെ നമ്മൾ വരുന്നത് കവേർഡ് ആയിട്ടുള്ള പോർച്ചിലേക്കാണ്. പോർച്ചിന്റെ പില്ലറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റർ വർക്കാണ്. ഒന്നാമത്തെ കാർ ഇവിടെയും, നേരെ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന സ്പേസിനകത്ത് രണ്ടാമത്തെ കാറും പാർക്ക് ചെയ്യാവുന്നതാണ്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഭംഗിയായിട്ടാണ് ഗ്രാസ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഏരിയ സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടെ വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ വെല്ലുണ്ട്. മറ്റൊരു ഓപ്ഷൻ KW വാട്ടർ ആണ്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴും ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈലുകൾ വിരിച്ചിട്ട് സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് തന്നെ സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോറ് കാര്യങ്ങൾ പൈപ്പ് കണക്ഷൻസ് എല്ലാം തന്നെ ഇവിടെ റെഡി ആക്കി ഇട്ടിരിക്കുകയാണ്. കിച്ചന്റെ ഡോറിന്റെ ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി കിട്ടുന്നുണ്ട്. വേസ്റ്റ് വാട്ടർ ലൈൻ, പൈപ്പ് കണക്ഷൻ എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡാണ്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 1.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. മെയിൻ റോഡിലേക്കും ജംഗ്ഷനിലേക്കും 400 മീറ്ററും. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 12. നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ ഒക്കെ ഈസിയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ വെറും 6.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കളമശ്ശേരി കുസാറ്റിലേക്ക് 8 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. എയർപോർട്ട് നമുക്ക് വളരെ ഈസിയാണ്. വെറും 15 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഓരോ സ്ഥലങ്ങളിലേക്ക് ഒരു ഡിസ്റ്റൻസ് കേട്ടപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയ ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിനകത്ത് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. 2 പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തേക്കിലാണ്. ബാക്കിയുള്ള മരങ്ങളൊക്കെ ആഞ്ഞിലി, മഹാഗണിയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10.5 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഫ്രഞ്ച് മോഡൽ ഈ ഭാഗത്തുമാണ്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്നതെല്ലാം തന്നെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ, പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം തന്നെ വരുന്നുണ്ട്. നമുക്ക് ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പാനലിംഗ് വർക്കുകളാണ്. താഴെ നമുക്ക് നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കാണാം. ആ വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് സ്റ്റെപ്പുകളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കറുകോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സും കിട്ടുന്നുണ്ട്. സ്റ്റെയർകേസിന്റെ ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈൽസ് എല്ലാം വുഡൻ ആയിട്ടും അകത്ത് ടഫന്റെ ഗ്ലാസും ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിയൊരു ഡൈനിങ് ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 15 അടി നീളവും 11 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം നിറയെ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് ആണ് ആ ഭാഗത്ത് വരുന്നത്. അതിന് മുകളിലായിട്ട് എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഒരു വോൾ മൗണ്ടിങ് ഫാനും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് വയറിംഗ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. റൂഫിൽ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് അവിടെ വിൻഡോസ് 3 കാണാം. അതിനടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ടഫിന്റെ ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു വിൻഡോയും നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് കാണാം. റൂഫിൽ ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സ് സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വരുന്നുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം നമ്മൾ എൻട്രി ചെയ്ത് വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ലിവിംഗ് സ്പേസ് ഇവിടെയായിരുന്നു, ഡൈനിങ് ഇവിടെയാണ്. ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ഇവിടെയായിട്ട് നമുക്ക് 4 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടെയാണ് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫില് പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകൾ ബൾബുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂം ടൈലുകളൊക്കെ തന്നെ ഭംഗിയുള്ള ഷെയ്ഡിലാണ് വരുന്നത്. ജെറയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ് വരുന്നത്. നമുക്ക് ഇവിടെ ഓൾറെഡി വാട്ടർ ഹീറ്റർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വാഷ് ഏരിയ കാണാം. നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത് വരുന്ന ഭാഗത്ത് റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം, ഇവിടെയായിട്ട് വോൾ മൗണ്ടിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. റൂഫില് വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ ഈ ഒരു ഭാഗത്താണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളർ ബീഡിംഗ് ആണ് വുഡനിൽ വന്നിരിക്കുന്നത്. ജെറയുടെയാണ് വരുന്നത്. വാഷ് ബേസിൽ വലിയൊരു മിറർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെയും സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. റൂഫിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് 2 ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ സെയിം വർക്കുകളൊക്കെ തന്നെയാണ്. പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ഇവിടെയും വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വാട്ടർ ഹീറ്റർ ഫെസിലിറ്റി അവർ ഓൾറെഡി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്. വളരെ വൈഡ് ആയ എൻട്രൻസ് കിട്ടുന്നുണ്ട്. എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. താഴേക്ക് പാനലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിന്റെ നേരെ മുകളിൽ ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും നമുക്കൊരു ഫാനും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള കളർ ഷെയ്ഡുകളിലാണ്. ഫൈബറിന്റെ ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 3 ലെയറുകളിലായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നല്ല ഡിസൈൻ ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വർക്ക് ഏരിയയ്ക്കായിട്ടുള്ള ഫ്ലോറിംഗ് ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗം വരെ ഒരു പ്രത്യേക മോഡലിൽ തന്നെയാണ് സ്റ്റെപ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ വന്നു നിൽക്കുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അവിടെ ഒരു വിൻഡോ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ബൾബുകളും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് എയർ ഹോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നമുക്ക് ഇവിടെയായിട്ടൊരു കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. റീഡിംഗ് പർപ്പസിന് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നല്ലൊരു ഷെൽഫും ഡ്രോയും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഹാള് കിട്ടുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് നിങ്ങളെ കാണുന്ന ഡോറ്. നമുക്കൊരു റൂം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള റൂമാണ്. റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ട് വിൻഡോയും നമുക്കൊരു ഡോറും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലെ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ താഴെ വെക്കേണ്ടതെങ്കിൽ ഇവിടെ അതിനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഷെൽഫും കിട്ടുന്നുണ്ട്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ചെയർ കേസ് ആണ്. നേരെ ടെറസിലേക്ക് പോകാനായിട്ടാണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നമ്മൾ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ടോട്ടലി 3ാമത്തെ ബെഡ്റൂം ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ചുറ്റിനും നോക്കിയാൽ കാണാം സിംഗിൾ വിൻഡോസും ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വലിയൊരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
റൂഫിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. കമ്പാരിറ്റീവ്ലി ഇത് ഒരു വലിയ ബെഡ്റൂം തന്നെയാണ്. 14.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. സിംഗിൾ വിൻഡോസ് 2 എണ്ണം ആ ഭാഗത്തും ഇവിടെയായിട്ടാണ് ബാക്കിയുള്ള വിൻഡോസ് വരുന്നത്. നമുക്ക് ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ആ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെ കബോർഡും നമുക്ക് കിട്ടുന്നുണ്ട്. മെയിൻ വാർഡ്രോബുകൾ വരുന്നത് ഈ ഭാഗത്താണ്. അതിനോടുകൂടി അറ്റാച്ച് ചെയ്ത് നമുക്ക് ചെറിയൊരു ഡ്രോയും ഒരു ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. റൂഫിൽ സെയിം തന്നെയാണ്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. 4ാമത്തെ ബാത്റൂമിനകത്തും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ കണ്ട 4 ബാത്റൂമുകളിലും നമുക്ക് വാട്ടർ ഹീറ്റർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഇതുപോലൊരു പാസേജ് ഇങ്ങനെ സ്ട്രേറ്റ് വന്നിട്ടാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്നത്. നമുക്ക് നല്ല വലിയൊരു ബാൽക്കണി തന്നെ, ഒരു റൂമിനോളം വലുപ്പത്തിൽ തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫിൽ ലൈറ്റ് ഫിറ്റിംഗ്സും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് നല്ല പ്രൈവസിയോട് കൂടി ഇരിക്കാനൊക്കെ നല്ലൊരു ഏരിയ തന്നെയാണ് ബാൽക്കണി കിട്ടുന്നത്. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഭംഗിയുള്ള ഒരു വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും മെയിൻ ജംഗ്ഷനിൽ നിന്നൊക്കെ വെറും 400 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4,200 ആണ് ലാൻഡ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. വെൽ വാട്ടർ ഉണ്ട്, KW വാട്ടർ ഉണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 4.2 സെന്റ് ഓഫ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 90 ലക്ഷം രൂപയാണ്. 90 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും അതും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. മാർബിൾ ഹോംസിന്റെ നമ്പറുകൾ സ്ക്രീനിലുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ആദ്യത്തെ പ്രാവശ്യം ഫോൺ എടുക്കാൻ കഴിയില്ല എങ്കിൽ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. ഫോൺ എടുത്തില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഇതിനകത്ത് കാണുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ജസ്റ്റ് ഒരു വാട്സപ്പിനകത്ത് നിങ്ങൾ ഹായും നിങ്ങളുടെ ഒരു പേരും മാത്രം അയച്ചിടുക. ഉടനെ തന്നെ ഞങ്ങൾ കോള് തിരിച്ചു വിളിക്കുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട. നല്ലൊരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്പറുകൾ സ്ക്രീനിലുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.